ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ജ്യോതിസ് PSC കോർണറിലേക്ക് സ്വാഗതം. ഞാൻ മഞ്ജുഷ. അപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്കൂൾ ടെക്സ്റ്റ് തന്നെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള വൻകരകൾ. അപ്പോൾ തുടങ്ങാം. വൻകരകൾ ഭൗമ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. ഭൗമ ഉപരിതലത്തിൽ 71% ജലവും 29% കരഭാഗവുമാണ് ഉള്ളത്. 7 ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാ? ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, യൂറോപ്പ്. 7 ഭൂഖണ്ഡങ്ങളായല്ലോ. അപ്പോൾ ഓർഡർ അനുസരിച്ച്, അതായത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യ വൻകര. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷണമുള്ള വൻകരയാണ് ഏഷ്യ. ഓർക്കുക, സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന വൻകര ഏഷ്യ. സൂര്യോദയം എന്ന് അർത്ഥമുള്ള അസീറിയൻ പദത്തിൽ നിന്നാണ് ഏഷ്യ എന്ന വാക്ക് ഉണ്ടായത്. ഇത് പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് എത്തിയപ്പോൾ ഓറിയൻ്റ് എന്നായി. പൗരസ്ത്യം എന്ന അർത്ഥമുള്ള ഈ വാക്ക് തന്നെയാണ് ഇന്നും കിഴക്കൻ ദേശങ്ങളെ സൂചിപ്പിക്കുവാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. വൻകരകളുടെ വൻകര, പരമാവധികളുടെ വൻകര എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഓർക്കുക, വൻകരകളുടെ വൻകര, പരമാവധികളുടെ വൻകര ഏതാണ്? ഏഷ്യ ഭൂഖണ്ഡം. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ വൻകര. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നതും ഏഷ്യ വൻകരയിലാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൗണ്ട് എവറസ്റ്റ് ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവ് ലഭിക്കുന്ന പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധതരം വിളകൾ കൃഷി ചെയ്യുന്നു ഈ ഭൂഖണ്ഡത്തിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. അപ്പോൾ ഏത് ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിൽ. ഇനി ഒരു സബ് ഹെഡിങ് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഹിമാലയത്തെക്കുറിച്ച്. ഒരു 2-3 സെൻറ്റൻസ് ഉണ്ട്, ഞാനതൊന്ന് സൂചിപ്പിക്കാം. തല ഉയർത്തി നിൽക്കുന്ന ഹിമാലയം, അതാണ് ഹെഡിങ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യക്ക് വടക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയം ഏഷ്യ വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യക്ക് വടക്കായിട്ട്. ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്, അത് ഏത് രാജ്യത്താണ്? നേപ്പാളിൽ. നേപ്പാൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ. മനസ്സിലായല്ലോ? ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായിട്ട് മഞ്ഞു മൂടിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെ മഞ്ഞു മൂടി കിടക്കുന്നത് കൊണ്ടാണ് ഈ പർവ്വതനിരയെ ഹിമാലയം എന്ന് വിളിക്കുന്നത് തന്നെ. മനസ്സിലായല്ലോ? ഇനി ലോക ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണ്. ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഏഷ്യയിൽ? 60% ഏഷ്യയിലാണ് ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും തണുത്ത പ്രദേശം, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും തണുത്ത പ്രദേശം ഏതാണ്? ദ്രാസ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് LGSൻ്റെ ഒക്കെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിക്കാം. ഏഷ്യയിലെ ഏറ്റവും തണുത്ത പ്രദേശം ദ്രാസ്. അതുപോലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാത്? ഗോബി മരുഭൂമി. ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്, അത് മംഗോളിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ.
ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ഇന്തോനേഷ്യ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണ്? തായ്വാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ. ഏതൊക്കെയാണ്? തായ്വാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ. അപ്പോൾ ഈ കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളായ തായ്വാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ, സൗത്ത് കൊറിയ എന്നിവ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുമല്ലോ. അടുത്തത്, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യത്തിൽ ഒന്നാം സ്ഥാനം ഇന്തോനേഷ്യയാണ് കേട്ടോ. അപ്പോൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യമായ ഇന്തോനേഷ്യയും ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്ന പാമീർ ഈ വൻകരയിലാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ. ഇനി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നഗരം അതേതാണ്? ലാസ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നഗരം ലാസ. ഈ ലാസയെ തന്നെ വിലക്കപ്പെട്ട നഗരം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലാസയും ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യ വൻകരയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് രാജ്യത്താണെന്ന് അറിയോ? ചൈന. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യമാണ്? ചൈന. അത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് തായ്ലൻഡാണ്. അപ്പോൾ തായ്ലൻഡും ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന. അതുപോലെ റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തായ്ലൻഡ്. ഏറ്റവും കൂടുതൽ കടൽ തീരം ഇന്തോനേഷ്യക്കാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏത് രാജ്യത്തിനാണ്? ഇന്തോനേഷ്യ. ഇനി അതുപോലെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞത് ഏഷ്യയും വടക്കൻ അമേരിക്കയും വേർതിരിക്കുന്ന ഒരു കടലിടുക്ക്. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഏഷ്യയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്ക്. അതുപോലെ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. അതിൻ്റെ പേരാണ് ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഖൈബർ ചുരം. ഓർത്ത് വയ്ക്കുക. അടുത്തത്, കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ചാവുകടൽ. അത് ഏത് ഭൂഖണ്ഡത്തിലാണെന്നറിയോ? ഏഷ്യ ഭൂഖണ്ഡത്തിൽ. അപ്പോൾ കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? ചാവുകടൽ. അതറിയാലോ. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ എത്ര രാജ്യങ്ങളുണ്ട്? ഏഷ്യ ഭൂഖണ്ഡത്തിൽ 50 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ആഫ്രിക്കയെക്കുറിച്ചാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് ആഫ്രിക്കയെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. തൊട്ടടുത്താണെങ്കിൽ പോലും ആഫ്രിക്ക വൻകരയെക്കുറിച്ച് ഏറെക്കാലം യൂറോപ്പിലുള്ളവർക്ക് അറിയില്ലായിരുന്നു. ഭൂമിയിലെ ആദിമ നാഗരികതകളിലൊന്ന് ജന്മമെടുത്തത് ആഫ്രിക്കയിലാണ്. നൈൽ നദിയുടെ തീരത്ത് 5000 വർഷം മുൻപ് ജനവാസമുണ്ടായിരുന്നു. പക്ഷേ ആഫ്രിക്കയുടെ ഉൾമേഖലയെക്കുറിച്ച് പുറലോക അറിഞ്ഞത് തന്നെ വളരെ വൈകിയാണ്. അതുകൊണ്ട് തങ്ങളുടെ അറിവിന് അപ്പുറത്തുള്ള ഇരുളിൽ കിടന്ന ഭൂഖണ്ഡം എന്ന അർത്ഥത്തിലാണ് അവർ ആഫ്രിക്കയെ ഡാർക്ക് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിച്ചത്. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. ഇപ്പോൾ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? അത് മാത്രം അറിഞ്ഞാൽ മതി. ഏതാണ്? ആഫ്രിക്ക. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും വലുതും ജനസംഖ്യയുള്ളതുമായ നഗരം. ഓർക്കുക, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും വലുതും ജനസംഖ്യ ഉള്ളതുമായ നഗരം. കെയ്റോയുടെ അർത്ഥം എന്താണെന്ന് അറിയോ? കെയ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം വിജയനഗരം എന്നാണ്. അപ്പോൾ അതുപോലെ 1000 മസ്ജിദുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നതും കെയ്റോ ആണ്. മനസ്സിലായല്ലോ. ആധുനിക മനുഷ്യൻ ആവാസമുറപ്പിച്ച ആദ്യത്തെ ഭൂപ്രദേശമാണ് ആഫ്രിക്ക. അപ്പോൾ ആദിമ മനുഷ്യൻ ആവാസമുറപ്പിച്ച ആദ്യത്തെ ഭൂപ്രദേശം ഏതാണ്? ആഫ്രിക്ക. ഇനി സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന അതേ പോയിന്റ് തന്നെ ഞാൻ പറയാൻ പോവാണ്. ആഫ്രിക്കയ്ക്ക് വലിപ്പത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്ക ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ജനവാസത്തിന് 2ാം സ്ഥാനം ആഫ്രിക്കയ്ക്ക്. അപ്പോൾ ജനവാസത്തിൽ 2ാം സ്ഥാനം ഏത് ഭൂഖണ്ഡമാണ്? ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി ഇവിടെയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം. മനസ്സിലായല്ലോ.
ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരകളിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ഈ ആഫ്രിക്ക വൻകരയിലാണ് കാണുന്നത്. ഇനി ഒരു ഹെഡിങ് ആയിട്ട് പിന്നെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്ത ആ കാര്യം ഞാൻ പറയാം. അതായത് നൈൽ നദിയെക്കുറിച്ചാണ്. ഹെഡിങ് ഇങ്ങനെയാണ്: ഒന്നാമനായി നൈൽ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം നൈലിനെ കുറിച്ച് ഇച്ചിരി കൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈൽ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏകദേശം 6850 കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ നൈൽ നദിയുടെ നീളം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് ഓർത്തു വെക്കുക. എത്രയാണ്? 6850 കിലോമീറ്റർ. എന്തുകൊണ്ടാണ് ഈ നദിയെ അന്താരാഷ്ട്ര നദി എന്ന് പറയുന്നത് അറിയോ? കാരണം ഈ നദി ആഫ്രിക്ക വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായിട്ട് നൈൽ നദിയെയാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതല്ലേ നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്റ്റ്. അപ്പോൾ ഈജിപ്റ്റ്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായിട്ട് നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറയട്ടെ. അടുത്ത പോയിന്റ്: ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ എന്നിവ മൂന്നും കടന്നു പോകുന്ന ലോകത്തിലെ ഏക ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഓർക്കുക, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ എന്നിവ മൂന്നും കടന്നു പോകുന്ന ലോകത്തിലെ ഏക ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോ അത് ഏത് രാജ്യത്താണെന്നറിയോ? ടാൻസാനിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കിളിമഞ്ചാരോ ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ വിക്ടോറിയ ആഫ്രിക്കയിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? വിക്ടോറിയ. ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം. മധ്യരേഖ വനപ്രദേശങ്ങളെ ചുറ്റി കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽപ്രദേശമായ സാവന്ന ഈ വൻകരയിലാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചില പണ്ട് വളരെ മുന്നേയൊക്കെ PSC ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ: സാവന്ന പുൽമേടുകൾ ഏത് ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു എന്നുള്ളത്. അപ്പം സാവന്ന പുൽമേടുകൾ ഏത് ഭൂഖണ്ഡത്തിലാണുള്ളത്? ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഓക്കെ. ഇനി കുന്നുകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന റുവാൻഡ. അപ്പോൾ കുന്നുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏത് രാജ്യമാണ്? റുവാൻഡ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രം ഖനനം ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്ക വൻകരയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ മുനമ്പ്. ആഫ്രിക്ക വൻകരയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഭൂമധ്യരേഖ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് കോങ്കോ. അതെവിടെയാണ് കാണപ്പെടുന്നത്? അതും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ കലഹാരി മരുഭൂമിയും കാണപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. കലഹാരി മരുഭൂമി ബോട്സ്വാനയിലാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭൂഖണ്ഡം, മൂന്നാമത്തെ ഭൂഖണ്ഡം, വടക്കേ അമേരിക്ക. ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കേ അമേരിക്കയുടെ 3 ഭാഗങ്ങളിലും 3 മഹാസമുദ്രങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ആർട്ടിക് സമുദ്രവും. പനാമ കരയിടുക്കാണ് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് കടലിടുക്കാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? പനാമ കടലിടുക്ക്. അമേരിക്ക വൻകരയുടെ പേര് അമരിഗോ വെസ്പൂച്ചി എന്ന ഇറ്റാലിയൻ സഞ്ചാരിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അമേരിക്കയിൽ ആദ്യമായിട്ട് വാസമുറപ്പിച്ച ആൾക്കാർ റെഡ് ഇന്ത്യക്കാരാണ്. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് വാസമുറപ്പിച്ച ആൾക്കാർ ആരാണ്? റെഡ് ഇന്ത്യക്കാർ. ഓർക്കുമല്ലോ. ഇനി അടുത്ത പോയിന്റ് പറയാം. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത പ്രമുഖ സംസ്കാരമാണ് മായൻ സംസ്കാരം. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത പ്രമുഖ സംസ്കാരം ഏതാണ്? മായൻ സംസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ മെക്സിക്കോ വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? മെക്സിക്കോ. ഇനി ഈ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദിയാണ് മിസിസിപ്പി. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? മിസൗറി, മിസിസിപ്പി.
ഇനി വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം അത് റോക്കീസ് ആണ്. അവിടുത്തെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? റോക്കീസ്. ഇവിടെ ഗോതമ്പ് കടൽ എന്ന് അറിയപ്പെടുന്ന ഗോതമ്പ് പാടങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം അത് ഏതാ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിലാണ് കാനഡ സ്ഥിതി ചെയ്യുന്നത്. ഇനി ആ വടക്കേ അമേരിക്കയെക്കുറിച്ച് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വടക്കേ അമേരിക്ക വലിപ്പത്തിൽ 3ാം സ്ഥാനത്താണ്. അലാസ്ക പർവ്വതനിരയിലെ മാക്മില്ലിയാണ് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അലാസ്ക പർവ്വതനിരയിലെ മാക്കില്ലി കേട്ടോ, അതാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ ഈ വടക്കേ അമേരിക്കയിലുണ്ട്. അപ്പോൾ 5 മഹാതടാകങ്ങൾ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? വടക്കേ അമേരിക്ക. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എക്സിമോകളെ കാണപ്പെടുന്ന ഭൂഖണ്ഡം അത് ഏതാണ്? വടക്കേ അമേരിക്കയാണ്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും വടക്കേ അമേരിക്കയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോതമ്പ് പാടങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടുത്തെ കാലാവസ്ഥയും മണ്ണും ഒക്കെ കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്ക. ഇനി ഞാൻ ഇന്യൂട്ടുകളുടെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ വീടിനെ കുറിച്ച് പറയാം. അത് ആ സ്കൂൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മഞ്ഞുകൊണ്ട് വീടുകൾ. ഒരു ഹെഡിങ് ആണ്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായിട്ട് മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എസ്കിമോകളുടെ വീടുകളുടെ പേര് ഇഗ്ലു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ വൻകരകളെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ LGSൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെയാണെന്നും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരാം. വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ആ തടാകങ്ങളുടെ പേര് പറയാൻ പോവാണ്. ഏതൊക്കെയാണ്? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ. ഏതൊക്കെയാണ്? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ. ഓർക്കുമല്ലോ, ഇവയാണ് പഞ്ചമഹാതടാകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വികസിതവും സമ്പന്നവുമായ അമേരിക്കൻ ഐക്യനാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ കാണപ്പെടുന്നില്ല, സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, നയാഗ്ര വെള്ളച്ചാട്ടവും വടക്കേ അമേരിക്കയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രേറി പുൽമേടുകൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ഭൂഖണ്ഡം പറയട്ടെ. തെക്കേ അമേരിക്കയാണ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് തെക്കേ അമേരിക്കയ്ക്കുള്ളത്. മൗണ്ട് അഗോങ് ഗുഹയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഏതാണ് അവിടുത്തെ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? മൗണ്ട് അഗോങ് ഗുഹ. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയായ ആമസോൺ നദി ഈ വൻകരയിലാണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ഏതാണ്? ആമസോൺ. അത് തെക്കേ അമേരിക്കയിലാണുള്ളത്. അപ്പോൾ ആമസോൺ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ആൻഡസ് പർവ്വതനിരകളിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളതാണ്. അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ അത് ഏതാണ്? കന്നുകാലി വളർത്തൽ. പിന്നെ ആ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ഹെഡിങ്, ഞാൻ വെറുതെ ഒന്ന് പറയുക, ശ്രദ്ധിച്ചോളൂ. ആ ഹെഡിങ് ഇങ്ങനെയാണ്, നദിയിൽ ഇറങ്ങല്ലേ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം നമുക്ക്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റ് മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും.
അപ്പോൾ ആ പിരാനയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ആ മീൻ, അത് തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ആ മീനിൻ്റെ പേര് പിരാന. ഇനി അതുപോലെ തന്നെ നമ്മുടെ മരച്ചീനി നാടനല്ല, അതായത് കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. നമുക്ക് ഓർത്ത് വെച്ചേക്കേണ്ട പോയിന്റ് എന്താണ്? മരച്ചീനിയുടെ ജന്മദേശം ഏതാണ്? തെക്കേ അമേരിക്ക. ഓർക്കുമല്ലോ. തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന ഏതാണ്? തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ. ഈ മേഖലയിലെ മുഖ്യ ഭാഷകളായ പോർച്ചുഗീസും സ്പാനിഷും ലാറ്റിനിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതുകൊണ്ടാണ് ഈ മേഖലയെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായ ആൻഡസ് ഇവിടെയാണ്. ഈ ആൻഡസിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ആമസോൺ നദി ഉത്ഭവിക്കുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള പേര് ലഭിച്ച ഇക്വഡോർ എന്ന രാജ്യം തെക്കേ അമേരിക്കയിലാണുള്ളത്. അപ്പോൾ ആ ഭൂമധ്യരേഖ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇക്വഡോർ എന്ന പേര് ലഭിച്ച രാജ്യം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കേ അമേരിക്കയിൽ. ഇക്വഡോറിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള ഗാലപ്പഗോസ് ദ്വീപിൽ വെച്ചാണ് ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. തെക്കേ അമേരിക്കയിലെ ഫലഭൂയിഷ്ടമായ പുൽമേടുകളാണ് പാമ്പാസ്. അത് ഓർക്കുക. തെക്കേ അമേരിക്കയിലെ ഫലഭൂയിഷ്ടമായ പുൽമേടുകൾ ഏതാണ്? പാമ്പാസ്. തെക്കേ അമേരിക്കയുടെ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ചിലി. തെക്കേ അമേരിക്കയുടെ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? ചിലി. അപ്പോൾ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമി ഈ ചിലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അറ്റക്കാമ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്ക. രാജ്യം ഏതാണ്? ചിലി. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ബ്രസീൽ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായ ബ്രസീൽ ഏത് ഭൂഖണ്ഡത്തിലാണ്? തെക്കേ അമേരിക്കയിലാണ്. ഇനി ഈ തെക്കേ അമേരിക്ക അറിയപ്പെടുന്നത് ഇത് പറയട്ടെ, പക്ഷികളുടെ വൻകര. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം അത് ഏതാണ്? തെക്കേ അമേരിക്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എല്ലാവരും ഓർത്ത് വെക്കുമല്ലോ. ഇനി അടുത്ത ഭൂഖണ്ഡം പറയട്ടെ, അന്റാർട്ടിക്ക. വലിപ്പത്തിൽ 5 സ്ഥാനത്താണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. അപ്പം വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള വൻകര അന്റാർട്ടിക്ക. ലോകത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വർഷം മുഴുവൻ മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഏതാണ്? അന്റാർട്ടിക്ക. സ്ഥിരമായ ജനവാസമില്ല ഇവിടെ. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിരക്ഷണത്തിനായും കാലാവസ്ഥ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മൈത്രി, ഭാരതി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക്ക ഗവേഷണ കേന്ദ്രമായ ദക്ഷിൺ ഗംഗോത്രി, അത് ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിൺ ഗംഗോത്രി. ഈ ദക്ഷിൺ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. ഇന്ത്യക്ക് പുറത്തുള്ള ഒരേ ഒരു തപാൽ ഓഫീസ് അന്റാർട്ടിക്കയിലാണുള്ളത്, ദക്ഷിണ ഗംഗോത്രിയിൽ. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസൺ മാസിഫ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? വിൻസൺ മാസിഫ്. ഇനി അന്റാർട്ടിക്കയുടെ അപരനാമങ്ങളൊക്കെ പറയട്ടെ. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മഞ്ഞുമൂടിയ ഭൂഖണ്ഡം, സയൻസ് കോണ്ടിനെന്റ്, രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം എന്നൊക്കെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത വൻകരയെക്കുറിച്ച് പറയട്ടെ. അന്റാർട്ടിക്കയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. യൂറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന എന്താണ്? യൂറാൽ പർവ്വതനിര. ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്? യൂറോപ്പ്. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വ്യാവസായികമായിട്ട് വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു വൻകരയാണിത്. മത്സ്യബന്ധനമാണ് ഈ വൻകരയിലെ
പ്രധാന തൊഴിൽ. അതുപോലെ പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന നോർവേ യൂറോപ്പിലാണ് ഉള്ളത്. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട് ഏതാണ്? നോർവേ. ആർട്ടിക വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ആർട്ടിക വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട് എന്നൊരു കൃതിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പറയുന്നത് വെച്ചാൽ വേറൊന്നുമില്ല, നമുക്ക് ഈ നോർവേയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ പുസ്തകം വായിക്കാനാണ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വേണമെങ്കിൽ PSCക്ക് പാതിരാസൂര്യൻ്റെ നാട് എന്ന കൃതി എഴുതിയത് ആരാണെന്ന് വേണേൽ ചോദിക്കാം. കൃതിയല്ല, ഈ എന്തുവാ പറയുക, സഞ്ചാര കൃതി. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട് ആരുടെ രചനയാണ്? എസ്.കെ. പൊറ്റക്കാട്, ഓർക്കുക. ഇനി അടുത്ത പോയിന്റ് പറയാം. അടുത്തതെന്ന് പറഞ്ഞത് യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നവോത്ഥാന കാലത്തിലൂടെ പുതിയ അറിവുകളിലൂടെ ലോകത്തെ നയിച്ചത് യൂറോപ്യന്മാരാണ്. പൂർണ്ണമായും ഉത്തരാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. പൂർണ്ണമായും ഉത്തരാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? യൂറോപ്പ്. ഈ യൂറോപ്പിനെ ഉപദ്വീപുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നു. ഉപദ്വീപുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? യൂറോപ്പ്. അതുപോലെ മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം. അപ്പം മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? യൂറോപ്പ്. ഇനി ഒരു പ്രധാന കാര്യം പറയാം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് അറിയപ്പെടുന്ന നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലൻഡ് എന്നിവ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലൻഡ്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയും ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനും യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ? റഷ്യ. ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ. ഇവ രണ്ട് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പ് വൻകരയിലാണ്. യൂറോപ്പിലെ പ്രധാന രാഷ്ട്രമായ ബ്രിട്ടനിലാണ് കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും ഒക്കെ അരങ്ങേറിയത്. ഇറ്റലിയിലാണ് നവോത്ഥാന പ്രസ്ഥാനം ആരംഭിച്ചത്. അത് എവിടെയാണ്? യൂറോപ്പിൽ. 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും ആരംഭിച്ചത് എവിടെയാണ്? യൂറോപ്പിൽ. അപ്പം യൂറോപ്പിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത ഭൂഖണ്ഡം പറയട്ടെ. അടുത്തത് ഓസ്ട്രേലിയ, 7ാമത്തെ ഭൂഖണ്ഡം. ഏറ്റവും ചെറിയ വൻകര. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വൻകരയാണ് ഏത്? ഓസ്ട്രേലിയ. ഓഷ്യാനിയ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ വൻകര ദ്വീപ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ വൻകര ദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്ന് അറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഓക്കെ. ഇനി ഒരു കാര്യം ഞാൻ പറയുകയാണ്. കാൾഗൂർലി, അങ്ങനെ എഴുതിയിരിക്കുന്നത് കാൾഗൂർലി സ്വർണ്ണഖനി. ഒരു പടം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കാൾഗൂർലി എന്ന് എഴുതിയിട്ടുണ്ട്, സ്വർണ്ണഖനിയാന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും പ്രധാനപ്പെട്ടതല്ലല്ലോ എന്ന് കരുതും. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കാൾഗൂർലി സ്വർണ്ണഖനി എവിടെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. എവിടെയാണ്? ഓസ്ട്രേലിയയിൽ. അപ്പോൾ കാൾഗൂർലി സ്വർണ്ണഖനി ഓസ്ട്രേലിയയിലാണ്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഈ വൻകര. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ദ്വീപുകളെന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഗ്രീൻലാൻഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ദക്ഷിണാർദ്ധ ഗോളത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഓസ്ട്രേലിയ വൻകര. ഓസ്ട്രേലിയയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ദക്ഷിണായന രേഖ. ഇപ്പോൾ ഓസ്ട്രേലിയ വൻകരയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ദക്ഷിണായന രേഖ. ഇനി ഓസ്ട്രേലിയ വൻകരയെ പ്രതിപാദിക്കുന്ന കുറച്ച് പേരുകൾ പറയാം. ഐലൻഡ് കോണ്ടിനെൻറ്റ്,
ഐലൻഡ് കോണ്ടിനെൻറ്റ് എന്ന് അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. ലാൻഡ് ഓഫ് ഫ്ലീസ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. ലാൻഡ് ഓഫ് കങ്കാരു, അതുപോലെ ഡൗൺ അണ്ടർ കോണ്ടിനെൻറ്റ് എന്നൊക്കെ വിശേഷണങ്ങളുള്ളതെല്ലാം ഓസ്ട്രേലിയ വൻകരയ്ക്കാണ്. ഇനി ഓസ്ട്രേലിയ വൻകര കണ്ടെത്തിയത് ആരാന്ന് പറയട്ടെ. 1770 ക്യാപ്റ്റൻ ജെയിംസ് കുക്കാണ് ഓസ്ട്രേലിയ കണ്ടെത്തുന്നത്. അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ വൻകര. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുനിര ഗ്രേറ്റ് ബാരിയർ റീഫ് അത് കാണപ്പെടുന്നതും ഓസ്ട്രേലിയ വൻകരയിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുനിര ഗ്രേറ്റ് ബാരിയർ റീഫ് കാണപ്പെടുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ വൻകരയിൽ. അപ്പോൾ വൻകരകളെക്കുറിച്ചുള്ള ടോപ്പിക് ഇവിടെ തീരുകയാണ്. ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. ആരും ബോറടിക്കുന്നു എന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി പഠിക്കാൻ ശ്രമിക്കാം. പിന്നീട് എന്നും പറയുന്നത് പോലെ പുതുതായി കാണുന്ന എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.